In India, unfortunately, KG teachers are considered as, KG teachers ആണ്. അവിടെ കുട്ടികളെ വെറുതെ പാട്ടും ഡാൻസും ഒക്കെ കളിപ്പിക്കുന്നേ ഉള്ളൂ, ജസ്റ്റ് ടൈം പാസിന് കുട്ടികളെ വിടുക എന്നുള്ളൊരു ധാരണയിലുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു പേരൻസ് വന്നതിന് ശേഷം ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച്, റൈറ്റ്? പക്ഷേ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റേഴ്സ് അത് ഹൈലി പെയ്ഡ്, വൺ ഓഫ് ദ ഹൈലി പെയ്ഡ് ജോബ് എന്ന് പറയുന്നത് അതാണ്. ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഒരു കുട്ടിയുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജ് പറയുന്നത് ആ കുട്ടിയുടെ 3 to 6 years ഓഫ് ഏജ് ആണ്. ആ സമയത്താണ് മാക്സിമം ടൈമിൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുക. സോ ആ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള കോഗ്നിറ്റീവ് സ്കിൽസ് അല്ലെങ്കിൽ അവൻ്റെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം കൊടുക്കാൻ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുന്ന ആളായിരിക്കണം ഒരു KG ടീച്ചർ. ആൻഡ് ഷീ ഷുഡ് നോ വാട്ട് ടു ഗീവ്, ഹൗ ടു ഗീവ്, ആൻഡ് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളത് ഷീ ഷുഡ് നോ. സോ ഒരു നോർമൽ വ്യക്തിയല്ല KG ടീച്ചർ. ഐ ഷുഡ് സേ ലൈക്ക് KG ടീച്ചർ ഈസ് മിയർലി ലൈക്ക് എ ഡോക്ടർ, because she is the one who is working with the baby brains, right? അപ്പോൾ കൃത്യമായ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു KG ടീച്ചറിന് സാധിച്ചില്ല എങ്കിൽ that is going to affect the child. So KG teacher is not a simple profession. Being a KG teacher is a very serious job, and അത്രയും പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം KG ടീച്ചറിൻ്റെ ജോബ് എടുത്താൽ മതി എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം.